ഹലോ ഗായ്സ്, ഇത് നമ്മുടെ മാമാടെ വീട്ടിലെ ഒരു ചെറിയൊരു പുറത്ത് ബാക്കിൽ താഴെയായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന സംഭവമാണ്. കാണാൻ നല്ല ഇതാട്ടോ. ഇത് മാവാട്ടോ ഈ നിൽക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു പഴം നിൽക്കുന്നുണ്ട്. ഈ പഴത്തിൻ്റെ പേര് നിങ്ങൾ താഴെ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. നമുക്കിങ്ങനെ ചെറിയ കൊച്ചുങ്ങൾക്ക് വരെ ഇങ്ങനെ കൈ തൊട്ട് പറിക്കാൻ പാകത്തിനുള്ള സംഭവമാണ്. പിന്നെ ഈ കാണുന്നത് ഒരു പേരയുടെ സംഭവം, ഒരു തൈയും അതുപോലെ തന്നെ ഇവിടെ ഇത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിടന്നാടാം ഊഞ്ഞാൽ, അതല്ലാണ്ടുള്ള ഊഞ്ഞാലുണ്ട്. അപ്പോൾ നല്ലൊരു ആംബിയൻസിൽ നമുക്ക് വീട്ടിൽ വന്ന് പുറത്ത് ഇങ്ങനെ ഇരുന്ന് ആടാനൊക്കെ പറ്റും. ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണാം കേട്ടോ. ബാക്കിൽ നിന്ന് ഉള്ളിലേക്ക് കയറാനൊക്കെ ഉള്ള വഴിയുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്തേക്കണ ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ബാക്കിൽ നിന്ന് കയറുന്നതായിട്ട് കാണിക്കാം. അപ്പോൾ ഈ വഴി നമ്മൾ കയറാൻ നേരത്തെ ആദ്യം ഇവിടെ ഇതൊക്കെ ഈ ഒരു തൈയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ആംബിയൻസ് കേട്ടോ. മാങ്ങയൊക്കെ ചാടി കിടക്കുന്നുണ്ട്. ഇതിൽ മാങ്ങയുണ്ട് കേട്ടോ മരത്തിന്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകുമ്പോൾ ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഷെയർ ചെയ്ത് കാണിച്ചു തരാം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ്. ഇവിടെ ഒരു സംഭവം സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ബക്കറ്റിലൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു പാത്രത്തിലൊരു മീനെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? മീന് ഇറച്ചിയോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ രണ്ട് കട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളൊക്കെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ടൈലാണ്. നമസ്കരിക്കാനൊരു മുസല്ല കാര്യങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്. ഒരു വിൻഡോ സംഭവിക്കുന്നുണ്ട്. ലൈറ്റ് കാര്യങ്ങളെല്ലാം വച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വച്ച് അപ്പോൾ ഇതേ രീതിയിൽ വാതിലുണ്ട്. നമുക്കത് തുറക്കാം. ഫസ്റ്റ് പാളി തുറന്ന് അങ്ങനെ സെക്കൻഡ് പാളിയും തുറന്ന്. ഇവിടെ പണി കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. വേറെ ഒന്നും വിചാരിക്കണ്ട. പണ്ടത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു ഫീലിംഗ് ഉണ്ട്. ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്കറിയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സംഭവം വച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു ഇതെല്ലാം പണ്ടത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കണം. ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഫാനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ചെയർ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ വരികയൊക്കെ ചെയ്യാൻ നേരത്തെ ഇരിക്കാനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പണ്ടത്തെ STD ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ 1 രൂപ കോയിൻ ഇട്ട് വിളിക്കുന്ന കോയിൻ ഫോണാണ് ഈ കാണുന്നത്. പിന്നെ ഒരു ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഇരിക്കുന്നുണ്ട്. റേഡിയോ, പണ്ടത്തെ റേഡിയോ, മറ്റു സംഭവം കലം, അങ്ങനെ എല്ലാ സാധനവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ അവിടെ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വരാൻ നേരത്ത് ചിലവഴിക്കാൻ നല്ല പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പ്ലാവ് വെക്കുന്നുണ്ട്. ഇവിടെ വേറൊരു പ്ലാവ് വെക്കുന്നുണ്ട്. ആ പ്ലാവിൻ്റെ അടിയിൽ തന്നെ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഊഞ്ഞാലാണ് ഈ കാണുന്നത്. പിന്നെ ഇതെല്ലാം അതിൽ സെറ്റ് ചെയ്തേക്കണം കേട്ടോ. ഒരു വാഷിംഗ് മെഷീനുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. സ്ഥലം വരുന്നത് തൊടുപുഴയാണ് കേട്ടോ. മാമാടെ വീട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് എനിക്കും ഒരാഗ്രഹം ചെയറിലിരുന്ന് ആടാൻ. പിന്നെ ചെയറിലിരുന്ന് ആടുമ്പോൾ നമ്മൾ മേളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പ്ലാവിൽ ചക്ക ഉണ്ടായി കിടക്കണ കാണാം. ഇപ്പോൾ ചക്ക സീസണാണല്ലോ പൊതുവേ, അതുകൊണ്ട് അതുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിൽ കൂടെയൊക്കെ, പിന്നെ ഒടിയല്ലേ, സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇതുണ്ട്. അപ്പോൾ പിന്നെ അത്യാവശ്യം ഒരു ഹരിത മനോഹരമായ സ്ഥലമാണ് കേട്ടോ. പറഞ്ഞതായിക്കോളും. ഇത് ബാക്ക് സൈഡ്, ഇതാട്ടോ അതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. ഇതാണ് ആ ഒരു വീടിൻ്റെ ഫ്രണ്ട് സൈഡ്. പിന്നെ ഇവിടെ ഇങ്ങനൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഒരു മരാട്ടോ. അതിൽ പനിനീർ ചാമ്പിങ്ങയുണ്ട്, ഒരു കുളം, ഒരു ഊഞ്ഞാൽ ഇവിടെ ഉണ്ട്. ഇത് സ്റ്റെയർ വഴി നമുക്ക് ബാക്കിൽ നിന്ന് വീട്ടിലേക്ക് കയറാനുള്ളൊരു വഴി. പിന്നെ ആദ്യം ഞാൻ കാണിച്ചു തന്നപ്പോഴാണ് തന്നെ ഇവിടെ ഇതിൽ കൂടെ ഇറങ്ങി നമുക്ക് പോകാം. ഇതൊക്കെയാണ് ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഊഞ്ഞാലിരുന്ന് ആടട്ടെ. പറഞ്ഞൂടെ ഓട്ടർഷ പറഞ്ഞുവിടുമ്മാനെ ഇത്ത പറഞ്ഞ ചക്ക മൂത്തൊക്കെ തീർന്നു. ആ പ്ലാവ് ഒടിഞ്ഞു പോയി. ചക്ക അങ്ങോട്ട് വെയിറ്റ് വന്നിട്ട്
ഏറ്റവും ടോപ്പിൽ നമ്മൾ ചെന്നിട്ട് നോക്കാൻ നേരത്ത് ബാക്കിലേക്കുള്ള കാഴ്ചയായിട്ട് കാണുന്നത്. അതായത് ഞാനിപ്പോൾ എടുത്ത ആ ഒരു റിസോർട്ട് പോലെയുള്ള സ്ഥലത്തെ കാഴ്ചയാണ്. ഇവിടെ ഇവർ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ മറ്റേ ഏതെങ്കിലും കല്യാണത്തിന് ഫോട്ടോഷൂട്ടിനൊക്കെ ആളുകൾ വരികയൊക്കെ ചെയ്യുന്ന സ്ഥലമാണിത്. അതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നൈറ്റ് ചുമ്മാ ഫ്രണ്ട്സായിട്ട് ചിലവഴിക്കാൻ അങ്ങനെയൊക്കെ ആളുകൾ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇവിടെ ചിലവഴിക്കും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് മാമാടെ കൊച്ച് സ്വർഗം എന്ന് പറയാൻ പറ്റില്ല, സമയം ചിലവഴിക്കുന്ന ഏരിയ എന്ന് പറയാം. സ്വർഗമൊക്കെ വേറെയാണ്, അത് കാണിക്കണമെങ്കിൽ ഒരു എപ്പിസോഡ് പോരാ. അതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല. ഇത് മാത്രം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത കൊച്ചു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട് ഗൈസ്.